കൊല്ലത്ത് ഒരുപക്ഷെ സംസ്ഥാനത്ത് ബലിതർപ്പണം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്നാനഘട്ടം അല്ലെങ്കിൽ തർപ്പണ ഘട്ടം തന്നെയാണ് കൊല്ലത്തെ തിരുമുല്ലവാരം കടപ്പുറം. ഇപ്പോൾ സുധീഷ് ചേരുകയാണ്. സുധീഷ്, നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ടോ അവിടെ? കാണാൻ സാധിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ബലിതർപ്പണം നടത്താനായി കടലിലേക്ക് ഇറങ്ങുന്ന ഭക്തജനങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ സുരക്ഷ എന്നത് അങ്ങേയറ്റം പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല മഴയാണ്, കടലേറ്റമുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്വപ്ന, കൊല്ലത്തെ തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ തിരുമുല്ലവാരം കടപ്പുറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടലിലാണ് ഇവിടെ പ്രധാനമായും പിതൃതർപ്പണ ചടങ്ങുകൾ പ്രധാനമായും നടത്തുക. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പിതൃതർപ്പണ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ തിരുമുല്ലവാരം ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ചുള്ള ഈ കടൽ തീരമൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ഇതിനാവശ്യമായ പിതൃമോക്ഷം തേടി എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഈ ക്ഷേത്ര ഭാരവാഹികളുടെ വകയായും അല്ലെങ്കിൽ ഒപ്പം തന്നെ ഈ ഹിന്ദു സംഘടനകളുടെ സമീപന ഫലമായും ഒക്കെ ഇത് ഒരുക്കിയിട്ടുണ്ട്. 20ഓളം കേന്ദ്രങ്ങൾ ഇതിനായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കൃത്യമായി എത്തി ചടങ്ങുകളൊക്കെ തന്നെ ആചാരങ്ങളോട് കൂടി തന്നെ കൃത്യമായ ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനുള്ളൊരു സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും കടൽ തീരത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ സുരക്ഷ വളരെ പ്രധാനമാണ്. അക്കാര്യങ്ങൾ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് ദൂരെ കടലിലേക്ക് ഇറങ്ങി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്നൊരു നിർദ്ദേശം ഇവിടെ എത്തുന്നവർക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഈ കടൽത്തീരത്ത് ചേർന്ന ഒരു 2 പ്രദേശങ്ങളിൽ തന്നെ ബന്ധിച്ചുകൊണ്ടൊരു റോപ്പ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്ത് മാത്രമാണ് ഇവർക്ക് ഇവിടെ ഈ ചടങ്ങുകളൊക്കെ നടത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒപ്പം പോലീസിൻ്റെ തന്നെ പല പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ ഇതിനായിട്ട്, അതായത് എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഇവിടെ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭയത്തോടു കൂടി ഇവിടെ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ ഈ കൊല്ലത്തെ തീരദേശ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് കടലാക്രമണം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ സൂചിപ്പിച്ച പോലെ ഈ നദീതടങ്ങളിൽ സ്നാനഘട്ടങ്ങൾ പോലെയല്ല, കടലാണ്. കാൽ വലിച്ച് അടിയൊഴുക്ക് പോകാനുള്ള ഒരു സാധ്യതകൾ അടക്കമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മഴയും കടലേറ്റവും ഒക്കെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ സുരക്ഷിതമായി തന്നെ ഈ ചടങ്ങുകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടത്.